ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഈ ഒരു ചോദ്യമാണ് 69,00,745 ഹരിക്കണം 7. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ 6ൽ നമ്മൾക്ക് 7 ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റില്ല, കാരണം എന്താണ്, 6 എന്നുള്ള സംഖ്യ 7നേക്കാൾ വളരെ ചെറുതാണ്. ഓക്കെ, അല്ലെങ്കിൽ 7നേക്കാൾ ചെറുതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 69 അതിന് സെലക്ട് ചെയ്യാം. 69ൽ 7 എത്ര തവണ പോകും നോക്കുക. 9 തവണ പോകും. കാരണം 9 × 7 63 ആണ്. 69 - 63 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, 6ൽ 7 പോവില്ല, 0 ഇറക്കി കൊടുത്തു, 60 കിട്ടി. 60ൽ 7 8 തവണ പോകും. കാരണം 8 × 7 56 ആണ്. 60 - 56 4 കിട്ടും. നമ്മളെന്ത് ചെയ്യും, അവിടേക്ക് ഈ 4ൻ്റെ കൂടെ നമ്മൾ 0 ഇറക്കി കൊടുക്കും. 40ൽ 7 5 തവണ പോകും. 5 × 7 35. ഓക്കെ, 40 - 35 കുറച്ച് കഴിഞ്ഞാൽ 5 കിട്ടും. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്, 7നെ താഴേക്ക് ഇറക്കുക. ഓക്കെ, 57. 57ൽ 7 8 തവണ പോകും. 8 × 7 56 1. 4ന് താഴേക്ക് ഇറക്കി. 14ൽ 7 2 തവണ പോകും. 2 × 7 14 0 കിട്ടി. ഇനി അടുത്ത ആരാണ്, നമ്മൾ 5ന് താഴേക്ക് ഇറക്കി. 5ൽ 7 പോകാത്തത് കൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു, 5ൽ 7 പോകാത്ത കാരണം കൊണ്ട് നമ്മൾ ഇനി ചെയ്യുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു 0 നമ്മൾ പുറത്തുനിന്ന് എഴുതും. 0 പുറത്തുനിന്ന് എഴുതുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ മുകളിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കും. 50ൽ 7 എത്ര തവണ പോകും നോക്കുക. 50ൽ 7 7 തവണ പോകും. 7 × 7 49. 50ന് 49 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുത്തു. ഇനി ഒരു പോയിൻ്റ് ഇടേണ്ട ആവശ്യമില്ല. 10ൽ 7 1 തവണ പോകും. 1 × 7 7. 10ന് 7 കുറച്ച് കഴിഞ്ഞാൽ 3. 0 ഇട്ടെടുത്തു. 30ൽ 7 4 തവണ പോകും. 4 × 7 28 2. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ തുടർന്നേ പോകും. നമുക്ക് തൽക്കാലം പോയിൻറ്റിന് ശേഷം 3 സ്ഥാനം വരെ കണ്ടാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 98 58 2.71 4. ഓക്കെ അല്ലേ.